കുറച്ചും കൂടെ ലോജിക്കലായിട്ട് ചിന്തിക്കണം. അല്ലെങ്കിൽ നീ കുറച്ചും കൂടെ കാര്യഗൗരവം അറിഞ്ഞ് പെരുമാറണം. ഇത് പലപ്പോഴും പലപ്പോഴും നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു ഡയലോഗാണ്. പലരിൽ നിന്നും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നാവാം, നമ്മുടെ പേരൻസിൽ നിന്നാവാം, നമ്മുടെ നമ്മുടെ എന്താ പറയാ നമ്മുടെ ചേട്ടന്മാരിൽ നിന്നാവാം, ചേച്ചിമാരിൽ നിന്നും ആരുമാകാം. ആരിൽ നിന്നും നമ്മൾ ഇപ്പോഴും കേൾക്കുന്ന ഒരു ഡയലോഗാണ് ഈ പറയുന്ന എപ്പോഴും നീ ശ്രദ്ധിക്കണം. നീ കുറച്ചും കൂടെ കരുതലുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ കുറച്ചും കൂടെ ലോജിക്കലായിട്ട് എപ്പോഴും കാര്യങ്ങളെ കാണണം എന്ന് പറയുന്നത്. എന്താണ് ശരിക്കും ഈ ലോജിക്കൽ തിങ്കിങ്? അല്ലെങ്കിൽ ഈ ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിനുള്ള ഒരു ഗുണങ്ങൾ, എന്തൊക്കെയാണ് അതിനുണ്ടാവുന്ന ദോഷങ്ങൾ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഞാൻ അലൻ MTPL. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലോജിക്കൽ തിങ്കിങ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എപ്പോഴും കാര്യങ്ങളെ വാസ്തവമായി കാണുന്ന ആളുകളെയാണ്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആപ്പിള് തലയിലേക്ക് വീണു എന്ന് നമ്മൾ പറയുമ്പോൾ അത് പല ആളുകളും പല തമാശക്കൊക്കെ പറയാറുണ്ട്. എന്തുകൊണ്ട് അത് മുകളിലോട്ട് പോയില്ല, എന്തുകൊണ്ട് സൈഡിലേക്ക് തെന്നി മാറിയില്ല, ഏഹ് അതായത് ഐൻസ്റ്റീന്റെ തലയിൽ കുറച്ച് എണ്ണമയം ഉണ്ടായിരുന്നെങ്കിൽ സൈഡിലോട്ട് വീണേനെ എന്നൊക്കെ പറയുന്ന പഴയ ഒരു ക്ലീഷ ഡയലോഗ് ഒക്കെ നമ്മൾ ഇങ്ങനെ പറയും. അതായത് വളരെ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തികൾ എപ്പോഴും ആ ആപ്പിൾ നേരെ വന്ന് വീഴും, അല്ലെങ്കിൽ എന്താ ഒരു ബോൾ നമ്മൾ മേളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അത് പോകും, അതിന്റെ ഫോഴ്സ് കഴിയുമ്പോഴത്തേനും അത് തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് വരും എന്നൊക്കെ പറയുന്ന ആ ഒരു എപ്പോഴും ലോജിക്കലായിട്ട് കാണുന്ന ആളുകൾ പലപ്പോഴും ഇമോഷണൽ സെൻസിലേക്ക് വരുമ്പോഴും, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് അവർ ഓരോ പ്രശ്നത്തിലേക്ക് അവർ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ആയിട്ടൊരു സിറ്റുവേഷനെ ഡീൽ ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിലും ഇതേ ലോജിക്കൽ തിങ്കിങ് അവർ അതിനകത്ത് കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഈ ഒരു ലോജിക്കൽ തിങ്കിങ്ങിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതായത് പൊതുവെയുള്ള സയന്റിഫിക് പരമായിട്ടുള്ള ലോജിക്കൽ തിങ്കിങ്ങിനെ പറ്റിയല്ല, ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിനുള്ളിലേക്ക്, ഒരു ഇമോഷണൽ കണക്ഷനുള്ളിലേക്ക് ഒരുപാട് ലോജിക്കലായിട്ടുള്ള ചിന്തകൾ കടന്നു വരുമ്പോൾ അതിനുള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏറ്റവും അത്യാവശ്യമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ, അതിപ്പോ നമ്മുടെ സുഹൃത്തുക്കളാവാം, നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ കുടുംബം, ഈ കുടുംബത്തിലൊക്കെ ആണെങ്കിലും വളരെ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ആളുകൾ പലപ്പോഴും ആ കുടുംബം പലപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ എല്ലാം കുടുംബങ്ങൾ അങ്ങനെയല്ലേ, നമുക്കെല്ലാം കുടുംബത്തിനൊരു വിശ്വാസം ഉണ്ടായിരിക്കാം, നമ്മുടെ എല്ലാം കുടുംബങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരിക്കാം. തലമുറകളായിട്ട് അതിൽ നിന്ന് മാറി ആരും ചിന്തിച്ചു കാണില്ല. വളരെ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി ആ കുടുംബത്തിൽ വന്ന് പിറന്നു കഴിയുമ്പോഴത്തേനും, അല്ലെങ്കിൽ ജനിച്ചു കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഓഡ് വൺ ഔട്ട് ആവും. അതായത് അതൊരു എടുത്തു നിൽക്കുന്ന ഒരു ഫാക്ടർ ആവും ആ കുടുംബത്തിലെ. എപ്പോഴും എല്ലാവരും ഉപദേശിക്കുന്നു. ഇപ്പൊ ഇത് കേൾക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ എപ്പോഴും എല്ലാവരും ഒന്ന് ഉപദേശിക്കാറുണ്ടോ? നീ ചെയ്യുന്നൊന്നും ശരിയല്ല എന്ന് പറയാറുണ്ടോ? അല്ലെങ്കിൽ നീ ഇങ്ങനെ പോയാൽ പോരാ, കുറച്ചും കൂടെ മാറണമെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? അതായത് അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ചല്ല നമ്മുടെ കാഴ്ചപ്പാട് എന്ന് അവർക്ക് തോന്നുമ്പോഴാണ് നമ്മളോട് പലപ്പോഴും ആളുകൾ എന്ന് പറയുന്നത്, നീ ഇങ്ങനെ നടന്നാൽ പോരാ, കുറച്ചും കൂടെ നിന്റെ ചിന്തകൾ മാറ്റണമെന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങളോട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലോജിക്കൽ തിങ്കറാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഇമോഷണൽ ബോണ്ടിങ്ങിൽ വളരെയധികം ഉപകാരം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉപകാരം ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കുറെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, ഇപ്പൊ ഒരാൾ വന്ന് പ്രേതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും അറിയാം അത് ഓട്ടോമാറ്റിക്കലി ഇരുട്ടിൽ നിന്ന് സൗണ്ട് കേട്ട് നമ്മൾ പേടിക്കും. പക്ഷെ അതൊരു പ്രേതമൊന്നുമല്ല, ഒന്ന് ചെന്ന് നോക്കിയാൽ മറ്റെന്തെങ്കിലും ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒളിച്ചിരിക്കുന്നതായിരിക്കും, ചെറിയ ചെറിയ എന്തെങ്കിലും ജീവികളൊക്കെ ആയിരിക്കാം എന്നവർ ചിന്തിക്കും. ഈ ഒരു ബോധം ഉള്ളിലുള്ളത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഗുണമാണ്. നമ്മൾ ജോലി ചെയ്യുന്ന സാഹചര്യം, നമ്മുടെ വർക്ക് സ്പേസിലാണെങ്കിലും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഇങ്ങനെ ഒരു ചിന്തിക്കുമ്പോൾ നമ്മളെ കൂടെയുള്ളവരെ കുറച്ചും കൂടെ സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഈ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് പറ്റും. അതായത് അവർക്ക് ഒരു വിഷൻ ഉണ്ട്, അവർക്കറിയാം എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് ഒരു ബോധമുള്ളത് കൊണ്ട് പലപ്പോഴും ഇവർക്ക് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും, അല്ലെങ്കിൽ ഒരു റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ കുറച്ചും കൂടെ ഒരു ലോജിക്കലായിട്ട് എളുപ്പമായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പക്ഷേ ഈ ലോജിക്കലായിട്ട് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതിന് ഒരുപാടുള്ള ഒരു ദോഷങ്ങളുണ്ട്. നമ്മൾ ഗുണങ്ങൾ പറയുമ്പോൾ തന്നെ ഏതൊരു കാര്യത്തിനും ഉള്ളതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിനും ഒരുപാട് ദോഷങ്ങളുണ്ട്. ഒരു ഇമോഷണൽ കണക്ഷനിലേക്ക് ലോജിക്കലായിട്ടുള്ള ചിന്തകൾ കടന്നു വരുമ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കൂടെ ഉള്ളവർക്ക് ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, അവർക്കിത് മനസ്സിലാവില്ല. അതായത് നമ്മൾ പറയുന്ന ഒരു ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച്, ഇപ്പം ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ആളിനെ നമ്മൾ പേഴ്സൺ എ എന്ന് വിളിക്കുകയാണെങ്കിൽ, അദ്ദേഹം ഈ എപ്പോഴും ആളുകളുടെ ഇടയിൽ നിന്നും ഇങ്ങനെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അവരുടെ ബന്ധങ്ങളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ലോജിക്കലായിട്ട് കുറച്ചും കൂടെ കൂടുതലായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇമോഷണൽ ഡിപ്പെൻഡൻസി ആവശ്യമുള്ള ഒരാൾ ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഇവരൊരു ഓട് വൺ ഔട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ അടുത്തോട്ട് ഇവരെ അടുപ്പിക്കില്ല. അതായത് എപ്പോഴും ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾ, ഇപ്പം എനിക്ക് നന്നായിട്ട് വിഷമം വരുന്നു, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പറയുന്നത് മറ്റൊരു ഡയലോഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്. അതിപ്പോൾ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ, ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിടും. അതായത് ആ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കി ആ സാഹചര്യത്തോട് പ്രതികരിക്കാൻ
ഞാൻ പറയുന്ന എല്ലാ ലോജിക്കൽ തിങ്കേഴ്സിനും അല്ല കേട്ടോ. നമ്മളൊരു 90% 98% എടുക്കുകയാണെങ്കിൽ ഈ 2% ഉണ്ടല്ലോ, ആ 2%ന് ഒരുപാട് ഇപ്പം നമ്മുടെ പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ ഈ പോപ്പുലേഷൻ വൈസ് ഒരു 2% എന്ന് പറഞ്ഞാൽ അത് അധികമാണ്, വളരെ അധികമാണ്. നമ്മുടെ കേരളത്തിന്റെ ജനസംഖ്യയെക്കാളും വലുതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് ഈ ഒരു ഈ ഒരു സ്വഭാവമുള്ളവർ അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളിൽ നിന്നും കുറച്ചും കൂടെ അകലം പാലിക്കുന്നതായിട്ട് നമ്മൾ പൊതുവെ കാണാറുണ്ട്. അല്ലെങ്കിൽ അവരെ കുറച്ചും കൂടെ മാറ്റി നിർത്തുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അവർ പലപ്പോഴും ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ച് മാറി നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ചിന്തകളിലുള്ള ഡിഫറൻസ് ആണ്. ഇപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ലോജിക്കലായിട്ടുള്ള ചിന്തകൾക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ പഴയ ആളുകൾ പോലും ലോജിക്കലായിട്ടുള്ള ചിന്തകളിലേക്ക് തിരിച്ചു വരികയും കുറച്ചും കൂടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ പറയുന്നത് എല്ലാവരും ലോജിക്കൽ തിങ്കേഴ്സ് ആവണം, അല്ലെങ്കിൽ എല്ലാവരും മറ്റൊരു രീതിയിലേക്ക് മാറണം, എല്ലാവരും അവരുടെ ചിന്തകൾ മാറ്റണം. ഇപ്പൊ ഏത് രീതിയിലേക്കാണ് ഈ ചിന്തകൾ മാറ്റണം എന്ന് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് വാസ്തവത്തെ അംഗീകരിക്കുകയും യഥാർത്ഥത്തിൽ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്ത് ജീവിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ ലോകത്തെ കുറിച്ച് അറിവുള്ളവരാകും. ഈ ലോകത്തും നമ്മുടെ ചുറ്റുപാടും ഒക്കെ എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ബോധം യഥാർത്ഥത്തിൽ നമ്മളൊരു ലോജിക്കൽ തിങ്കറായി മാറേണ്ടതിന്റെ അത്യാവശ്യത്തെ ഉറപ്പിക്കുന്നതാണ്. എന്താണ് നമ്മളൊരു അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അതായത് നമ്മളൊരു അത്യാവശ്യം ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ ചിന്തിക്കുന്ന ഒരാളായി ഇരുന്നുകൊണ്ട് തന്നെ മറ്റുള്ള ബന്ധങ്ങളിൽ നിന്നൊക്കെ നമ്മളെ വെറുപ്പിച്ച് മാറ്റാതെ നമ്മൾ കുറച്ചും കൂടെ അവരിലേക്കൊക്കെ എങ്ങനെ ചേർന്ന് നിൽക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വയമേവ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളാണ്, ഞാൻ കുറച്ചും കൂടെ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പ്രതികരിക്കാൻ സാധ്യതയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അവരങ്ങനെ പറയുമ്പോൾ ഇങ്ങനെയായിരിക്കാം എന്ന് തിരിച്ചുള്ള മറുപടി എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു മറുപടി വരുമ്പോഴത്തേനും അതിനെ സാഹചര്യങ്ങൾ അനുസരിച്ച് പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ്. അതായത് ഒരാൾ ഒരു സങ്കടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രതികരിക്കേണ്ട രീതി, ഒരാൾ വളരെയധികം സന്തോഷത്തിലിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പ്രതികരിക്കേണ്ട രീതി, അങ്ങനെയുള്ള പല പല രീതികളുണ്ട്. അപ്പൊ ഈ ഒരു രീതിയെ നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മൾ ഈ പറയുന്ന ഒരുപാട് ലോജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പറയുന്ന ആൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറത്തേ ഉള്ളൂ. അതൊരിക്കലും അവർക്കൊരു കംഫർട്ട് സോൺ ആയിട്ട് മാറില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കുറച്ചും കൂടെ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ആളാണെന്നുള്ളൊരു ബോധം നമുക്കുള്ളിൽ ഉണ്ടായാൽ അതിനെ നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് നന്നായി വാഹനം ഓടിക്കാൻ അറിയാം എങ്കിൽ ഏതൊരു വാഹനത്തിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാമെന്ന ഒരു ആത്മവിശ്വാസം നമുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു കാര്യവും വരുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കുക, നമ്മൾ കുറച്ചും കൂടെ ചിന്തയുള്ളവരായി മാറുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എപ്പോഴും കുറച്ചും കൂടെ ചിന്തിക്കുകയും ലോകത്തെപ്പറ്റി അറിവുള്ളവരാകുകയും നമ്മുടെ ചുറ്റുപാടും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് പൊതുവേ ഉണ്ടായിരിക്കുക. നമ്മുടെ ഈ ലോകത്ത് മാറ്റാൻ പറ്റാത്ത പല പല കാര്യങ്ങളുണ്ടെങ്കിലും മാറ്റാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചിന്തയെ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളൊരു ബോധം മനസ്സിലുണ്ടായി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.